ഹരി ഓം. SPYSS നാരായണീയ പഠനം എളുപ്പമാക്കുന്നതിനായി നമ്മൾ 10 ദശകങ്ങൾ വീതം പാരായണം ചെയ്യുന്നുണ്ട്. ഇന്ന് 61 മുതൽ 70 വരെയുള്ള ദശകങ്ങൾ രമാക്കയുടെ ഗൈഡൻസിൽ പരശുരാമൻ ഗ്രൂപ്പ് നടത്തപ്പെടുന്നു. നമുക്കറിയാം, അവതാരങ്ങൾ ഉൾപ്പെടുന്ന ശ്ലോകങ്ങളിൽ അത് കഴിഞ്ഞ് സർവത്ര ഗോവിന്ദ അല്ലെങ്കിൽ നാരായണ നാരായണ അതുപോലുള്ളവ വേണമെന്ന് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ 25-ാം ദശകം നരസിംഹാവതാരം, 38 കൃഷ്ണാവതാരം, 56 കാളിയമർദ്ദനം, 69 രാസക്രീഡ, ഇവയെല്ലാം കഴിയുമ്പോൾ കീർത്തനങ്ങൾ ചൊല്ലുന്ന പതിവുണ്ട്. പക്ഷെ നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. ഇനിയും സമയം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണാവതാരത്തിന് മാത്രം അതൊന്ന് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം. പിന്നെ അതൊക്കെ സമയപരിധി ഉള്ളത് മൂലമാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ അതേപോലെ നാരായണീയ കവചം ഉൾപ്പെടുത്തിയാലും നല്ലതാണ്, പക്ഷെ അതിന് സമയമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഓരോ ഓരോ സ്ഥലങ്ങളിലും പല തന്നെ ട്യൂണിലാണ് ചൊല്ലുന്നത്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്ക് ഇതിനകത്തെ തന്നെ ഫോളോ ചെയ്യാം, ഇതിൽ ചൊല്ലിത്തരുന്നവരുടെ തന്നെ. പിന്നെ വിഷ്ണു സഹസ്രനാമം തുടക്കത്തിൽ ഒടുക്കത്തിൽ നമ്മൾ എല്ലാം അങ്ങ് ചൊല്ലുന്നില്ല, അത് സമയം കുറവുള്ളതുകൊണ്ടാണ്. സഹസ്രനാമം മൊത്തം സഹസ്രനാമം ചൊല്ലുന്നുണ്ട്, പക്ഷെങ്കിൽ ആദ്യ അവസാനമുള്ള ചില ഭീഷ്മ ഉവാച അർജുന ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഏതായാലും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചാൻഡിങ് ഗൈഡൻസിനായി രമാക്കിയെയും നിർദ്ദേശിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാൻ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ എല്ലാ അക്കമാരെയും ക്ഷണിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രമാക്കയെ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. രമാക്ക, നമുക്ക് തുടങ്ങാം. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 61. വൃത്തം വംശസ്ഥം വിപ്രപത്നി അനുഗ്രഹം. തതശ്ച വൃന്ദാവനതോദിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ കൃതന്തരേ ഭക്തതരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീതി വിയാജനായതാൻ. ഗതേശ്വതോ തേഷ്വപിധായ തേ പിതാം കുമാരകേശോധനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാ അപ്യഭിനിന്യുരശ്രുതിം. ശ്ലോകം ഒന്നും കൂടെ ചൊല്ലിക്കോളൂ ആദ്യം മുതൽ, ഗതേശ്വതോ എന്നുള്ളത്. ഗതേശ്വതോ തേഷ്വപിധായ തേ പിതാം കുമാരകേശോധനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാ അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദു ചുഞ്ച മഹീസുരോത്തമാഃ. അനാദരാത് ഖിന്നധിയോ ഹി ബാലക സമായയുര്യുക്തമിദം ഹി യജ്വസോ ചിരാദ ഭക്താ ഖലു തേ മഹീസുര കഥം ഹി ഭക്തം ത്വയി തൈഃ സമർപ്യതേ. നിവേദയദ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുല ഇമാ ഇതി സ്മിതാർദ്രം ഭവദേരിതാഗത തേ താരകാതാരജനം യയാചിരേ. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുല ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാം ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹ സ്വകൈർനിരുദ്ധം അഭിതൂർണമായയോ. വിലോലപിഞ്ചം ചിഗുരേ കപോലയോ സമുല്ലസത്കുണ്ടലമാർദ്രമീക്ഷിതേ നിദായ ബാഹും സുഹൃദം നസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാ. തദാ ജകാരേ ത്വതുപാഗമോദ്യത ഗൃഹീതഹസ്താദൈതേന യജ്വന തദൈവ സഞ്ചിന്യ പവന്തമഞ്ജസ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനഃ ത്വദംഗസംഗസ്പൃഹയോജ്ജതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമ ചകർത്തഭർതൃനഭിതാ സ്വഗർഹണാൻ. നിരൂപ്യ ദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധതത്വൈസ്തമഭിഷ്ടിതോ ദ്വിജൈർ മരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 62. ഗോവർദ്ധനയാഗം. വൃത്തം ശിഖരിണിയാണ്.
കദാചിത് ഗോപാലാൻ വിഹിതമകസംഭാര വിഭവാൻ നിരീക്ഷ്യത്വം ശൗരേ മഗവമതമുഗ്ധ്വം സിതുമനാ വിജാനന്നപ്യേതാൻ വിനയമൃദുനന്ദാദി പശുപാൻ അപൃച്ഛക്കോ വായം ജനകഭവതാം ഉദ്യമ ഇതി. പ്രഭാഷേ നന്ദസ്ഥാതുടനത് വിധേയോ മഗവതോ മഹോ വർഷേ വർഷേ സുഖേരിത വർഷേണ പൃഥിവീ നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം അഖിതലേ വിശേഷാദസ്മാകം ധനകൈലജീരാഹി പശവാ. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഹ സരസം ദിഗേതന്നോ സത്യം മഗവജനിതാ വൃഷ്ടിരിദിയത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതേ. സത്യം യതിക പശുവോ നകുലധനം തഥാ ദേവ്യായാസോ ബലിരജലഭദ്രേ സമുചിതാ പുരോപ്യോത്കൃഷ്ടാനന ധരണിദേവാക്ഷിതിതലേ തദപ്യേതാരാധ്യാ ഇതി ജഗതിരതം നിജജനാൻ. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേപി പശുപാ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദദുരുച്ചൈഷിതി ഭൃതേ വ്യധുപ്രാദക്ഷിണ്യം സുഭൃശമനമന്നാധരയുതാ ത്വമാദശൈരാത്മാ ബലിമഖിലമാപീര പുരതഃ. അംബോജൈവന്താൻ കിമിക വിദതം മേ നിഗദിതം ഗിരീന്ദ്രോനന്വേഷാ സ്വബലിമുപഭുങ്കേ സവപുഷാ അയം ഗോത്രോ ഗോത്രത്തിഷിച കുപിതേ രക്ഷിതുമലം സമസ്താനിട്ടുകാ ഗോകുലജുഷാ. പരിപ്രീതായാതാ ഖലു ഭവദുപേതാ വ്രജജുഷോ വ്രജം യാവത്താവത് നിജമഘവിഭംഗം നിശമയൻ ഭവന്തം ജാനന്നപ്യധികരജസാക്രാന്തഹൃദയ സ്നസേഹേ ദേവേന്ദ്ര ത്വതുപരജിതാത്മോന്നതിരപി. മനുഷ്യത്വം യാതോമധിപിതവിദേവേഷു വിനയം വിധത്തെ ജനസാം ഗോപി മഹിമാ തദച്ഛം തിഷ്ടേ പശുപ കഥകസ്യ ശ്രിയമിതി പ്രവൃത്തസ്വാം ജേതും കലിലമഹവാ ദുർമദനിധി. ത്വദാവാസം ഹന്തും പ്രളയജലധാനംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണ കുലിശമയമപ്രേപഗമന പ്രദസ്തേന്യൈരന്തർദഹനമരുദാദ്യൈർവികസിതോ ഭവന്മായാനൈവ ത്രിഭുവനപദേ മോഹയതി കിം. സുരേന്ദ്രക്രുദ്ധച്ചേത്യുജകരുണയാ ശൈലകൃപയാപ്യനാദംഗോസ്മാകം നിയതൈർവിശ്വാസ്യ പശുപാൻ അഹോ ഗിന്നായാദോ ഗിരിവിദിതി സഞ്ജന്തി നിവസൻ മരുദ്ഗേഹാദീശാ പ്രണതമുരവൈരിൻ മമഗതാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദശകം 63 ഗോവർദ്ധന ഉദ്ധാരണം. ഇവിടെ വൃത്തം 2 എണ്ണം വരുന്നുണ്ട്. ദ്രുത വിളംബിതം എന്നതും മാരിണി എന്ന വൃത്തം ഇടകലർന്ന് വരുന്നുണ്ട്. ദദൃശിരേ കില തക്ഷണമക്ഷദാസ്തനിത ജൃംഭിത കമ്പിത ദിക്തട സുഷമയാ ഭവദംഗതുലാം ഗത വ്രജപദോ പരിവാരിതരാസ്ത്വയാ. വിപുലകരകമിശ്രൈ സോയധാരാനിപാതൈ ദിശി ദിശി പശുപാന മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാജ്ഞ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാബീഭിരേദ്യപാണി. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോ വിഹതിമിഹ സരുന്ധ്യാത് കോനുപ സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലദോ ബാലദോർവ്യം. തദനു ഗിരിവരസ്യ പ്രോധൃതസ്യാസ്യ താവത് സിഗതില മൃദുദേശേ ദൂരദോ വാരിതാഭേ പരികര പരിമിശ്രാൻ ധേനുഗോപാനദസ്താത് ഉപനിദധ ഹസ്തേ പദ്മേന ശൈലം.
ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈ അഭിവിഹിതവിലാസം കേളിലാപാതിലോലേ സവിതമെളിതധേനു ഏകഹസ്തേന കണ്ടു യതി സതി പശുപാലാ തോഷമൈച്ഛന്ത സർവേ. അതിമഹാൻ ഗിരിരേഷതു വാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിതമത്ഭുതമത്രിബലം നിധി ത്വദവലോകിഭിരാഗതി ഗോപകൈ. അഹഹദാർഷ്ട്യമമുഷ്യ വടോർഗിരിം വ്യതിതബാഹുരസാവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസ സപ്തകമുഗ്രമവർഷയത്. അജലതി ത്വയി ദേവ പദാത്പദം ഗളിത സർവജലേ ജഘനോത്കരേ അപഹൃദേ മരുദാ മരുദാം പതി ത്വദഭിശങ്കിതീ സമുപാദ്രവത്. ചമമുപേയുഷി വർഷഭരേ തഥാ പശുപതേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ഹരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ശ്രമ വിധിനുദസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 64 ഗോവിന്ദ പട്ടാഭിഷേകം. വൃത്തം ഇവിടെ ഉപജാതി. ആലോക്യ ശൈലോധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാഃ വിശ്വേശ്വരം ത്വാമഭിമത്യ വിശ്വേ നന്ദം ഭവജ്ജാതകമന്വപൃച്ഛൻ. ഗർഗോദിതോ നിർഗദിതോ നിജായ വർഗായ താദേന തവ പ്രഭാവ പൂർവാധികസ്ത്വയ്യനുരാഗ യേഷാം മൈദിഷ്ട താവത് ബഹുമാനഭാര. തതോപമാനോദിത തത്വബോധ സുരാതിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസനഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാഥേ. സ്നേഹസ്നു തൈസ്ത്വാം സുരഭിപ്പയോഭി ഗോവിന്ദനാമാങ്കിതമഭ്യഷിഞ്ചത് ഐരാവതോ ബാഹൃത ദിവ്യഗംഗാ പാദോഭിരോന്ദ്രോഭി ച ജാതഹർഷ. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തദാഭിഷിക്തേ സതി ഗോപവാട നാഗേഭി വൈകുണ്ഠപദേഭ്യലഭ്യം ശ്രിയം പ്രഭേദേ ഭവത പ്രഭാവാത്. ചിദന്തര്യമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണപൂരുഷേണ നീതസ്തമാനേതു മഗാപുരീധ്വം താവാരുണീം കാരണമർത്യരൂപ. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധ തൃഷ്ണാൻ നിരീക്ഷ വിഷ്ണോ പരമം പദം തത് തുരാഭമന്യൈസ്ത്വമതീദൃശസ്താൻ. പുരത്പരാനന്ദരസ പ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഗ ത്വയ്യൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. കരപദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 65 ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തി. വൃത്തം വസന്തതിലകം. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമദസാദയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാസ്യേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. സമൂർച്ഛനാഭിരുദ സ്വരമണ്ഡലാഭി സമൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം തരുണ്യ സ്തത്താദൃശം കമപി ചിത്തവിമോഹമാപൂ. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാശ്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ.
കാശ്ചിന്നിജാംഗ പരിഭൂഷണമാധാന വേണുപ്രണാഥമുപകർണ്യ കൃതാർത്ഥഭൂഷ ത്വാമാഗതാനനു തഥൈവ വിഭൂഷിതാഭ്യസ്ത ഏവാസരം രുചിരേ തവ ലോചനായ. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വം ഹാരിത്വമാത്മജഗനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷൈവ മുക്തമുഖീ വിശേഷാത്. കാചിത് കുജേ പുനരസജ്ജിത കഞ്ജുളീക വ്യാമോഹിത പരവഭൂഷിത ലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാതിഭാര രാജ്യാഭിഷേക വിതയേ കലശി ധരേവ. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യ ത്വാമേവ ദേവഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിദൂയ പരചിത്സഖരൂപമേകം ത്വാമാവിശൻ പരമിമാ നനു ധന്യധന്യാഃ. ജാരാത്മനാന പരമാത്മദയാ സ്മരന്ത്യോ നാരോഗത പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചി ചിത്തേ വാഹന്ന മൃതമശ്രമമ സ്നവീയ. അഭ്യാഗതാഭിരഭിതോ വ്രജ സുന്ദരീഭി മുക്തസ്മിതാർദ്രവദനഃ കരുണാവലോകി നിസ്സീമകാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യഹരമേ പവനേശരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 66 ഗോപീജനാഹ്ലാദനം. ഇവിടെ വൃത്തം ഗീതിയാണ്. ഉഭയാദാനാം സുദൃശാം കുസുമായുധ ബാണപാദ വിവശാനാം അഭിവാഞ്ചിതം വിദാതും കൃതമതിരപിതാ ജഗാദവാമമിവ ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മതുനോ നിർമ്മലസ്യ വിശ്വാസ്യം. ആകർണ്യത്തെ പ്രദീപാം വാണീമേണിദൃശ പരം ദീനാഃ മാമാ കരുണാ സിന്ധോ പരിത്യജേത്യതിചിരം വിലേപുസ്താഃ താസാം രുതിതലൈർലഭിതൈ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിഃ സമം പ്രവൃത്തോ യമുനാ പുളിനേഷു കാമമഭിഗന്തും. ചന്ദ്രകരസ്യന്തലസത് സുന്ദര യമുനാ തടാന്തവീദിഷു ഗോപീജനോത്തരൈ ആപാദിത സംസ്കത്സ്ഥരോന്യശീദസ്ത്വം സുമധുര നർമാലപനൈഃ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈഃ ഗാഢാലിംഗന സംഗൈഃ ത്വം അംഗനാലോകമാകുലീ ച കൃഷേ. വാസോഹരണദിനേ യത് വാസോഹരണം പ്രതിശ്രുതം താസ്താം തദപി വിഭോരസവിവശ സ്വാന്താനാം കാന്തസുഭ്രുവാമദഥാഃ കന്ദളിത കർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാഥോജം നന്ദസുതത്വാം ത്രിജഗത് സുന്ദരമുപഗുഹ്യ നന്ദിതാ ബാലാഃ. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമങ്കാരമയ തത്ര പുനഃ സംഗമേ വിചിത്രമിദം. രാധാ തുംഗപയോദര സാധൂപരീരംബലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകല രോഗദാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 67 ഭഗവാൻ മറഞ്ഞ ഗോപികളെ ദുഃഖിപ്പിച്ചതും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അധികം സുഖിപ്പിച്ചതുമായ ഇവിടെ വൃത്തം ഉപേന്ദ്ര പല പല വൃത്തങ്ങളുണ്ട്. ഉപേന്ദ്രവജ്ര ആദ്യത്തെ 2 വൃത്തം, അത് കഴിഞ്ഞ് ഇന്ദ്രവജ്ര, ഉപജാതി, അങ്ങനെ പോകുന്നു. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീല അസീമമാനന്ദപരം പ്രപന്ന മഹാന്തമാഭുർമദമംബുജാക്ഷ്യഃ. നിലീയത്തെ സൗമൈമയ്യമായം
रमापतिर्विश्वमनोभिराम इति स्म सर्वा कलिताभिमानः निरीक्ष्य गोविन्दतिरोहितो भू രാധാപിതാം താവത ചാദഗർവാം അതിപ്രിയാം ഗോപവധും മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരി. तिरोहिते तत्त्वयि जाततापा समं समेता कमलायताक्ष वने वने त्वां परिमार्गयन्त्य विषादमापुर्भगवन्न पारम्. ഹാ ചൂദഃ ചമ്പകകർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വത്പ്രവണാ വിലേപുഃ. निरीक्षितोऽयं सखि पङ्कजाक्षा पुरो ममेत्याकुलमालपन्ति त्वां भावना चक्षुषि वीक्ष्य काचित् तापं सखीनां द्विगुणी चकारा. त्वदात्मिकास्ता यमुना तडान्ते तवानुचक्रुः किल चेष्टितानि विचित्य भूयोऽपि तदैव मानात् त्वया विमुक्तां ददृशुश्च राधाम्. ततः समं ता विपिने समन्तात् तमोवतारावधिमार्गयन्त्य पुनर्विमिश्रा यमुना तटान्ते वृषं विलेपुश्च जगुर्गुणांस्ते. तदा व्यदा सङ्कुलमानसानां व्रजाङ्गनानां करुणैकसिन्धो जगत्त्रयी मोहनमोहनात्मा त्वं प्रादुरासीर इमन्तहासि. सन्दिग्धसन्दर्शनमात्मकान्तं त्वां वीक्ष्य तन्व्यः सहसा तदानीं किङ्किन्न चक्रुप्रमदातिभारात् सा त्वं गदात् पालय मारुतेश. सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 68 ഗോപികളുടെ ആഹ്ലാദ പ്രകടനം. ഇവിടെ വൃത്തം സന്മത. വെരി ഗുഡ്. തവ വിലോകനാത് കൃഷ്ണ ഗോപിക ജനാഃ പ്രമദ സങ്കുലാ കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാ ഇവ സിമിതതാം ദദൂ കൃഷ്ണ ത്വത്പുരോഗതാ. തദനു കാചനാ കൃഷ്ണ ത്വത്കരാംബുജം സപദി ഗൃഹ്ണതി കൃഷ്ണ നിർവിശങ്കിതം ഘനപയോധരേ കൃഷ്ണ സന്നിധായ സാ പുലക സംവൃതാ കൃഷ്ണ തസ്തുഷീ ചിരം. തവ വിഭോ പരാ കൃഷ്ണ കോമളംബുജം നിജഗളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുന്ദതി കൃഷ്ണ വാതികർഷുല. തത്ര പാ കൃഷ്ണ കാപി കാമിനി തവ മുഖാംബുജാത് കൃഷ്ണ പൂഗചർവിതം പ്രതിഗൃഹയ്യ തത് കൃഷ്ണ വക്ത്ര പങ്കജേ നിദദതി ഗതാ കൃഷ്ണ പൂർണകാമതാം. വികരുണോ വനേ കൃഷ്ണ സംവിഹായ മാം അപഗതോസി കൃഷ്ണ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ കൃഷ്ണ താവദേകയാ സജലലോചനം കൃഷ്ണ വീക്ഷിതോ ഭവാൻ. ഇതി മുദാകുലൈ കൃഷ്ണ വല്ലവീ ജനൈഃ സമമുപാഗതോ കൃഷ്ണ യാമുനീ തടേ മൃദുകുചാംബരൈ കൃഷ്ണ കൽപിതാസനേ ഘുസൃണഭാസുരേ കൃഷ്ണ പര്യശോഭതാഃ. കതിവിധാ കൃപാ കൃഷ്ണ കേപി സർവതോ ധൃതദയോധയാ കൃഷ്ണ കേചിദാശ്രിതേ കതിചിദീദൃശാ കൃഷ്ണ മാദൃശേഷ്വപീതി അഭിഹിതോ ഭവാൻ കൃഷ്ണ വല്ലവീ ജനൈഃ. അയി കുമാരികാ രാധേനൈവ ശങ്ക്യതാം കഠിനതാമയീ രാധേ പ്രേമ കാതരേ മയി തു ചേതസോ രാധേ വോനുവൃത്തയേ
त्वितमिदं मयोरधेत्युचिवान् भवान् अयि निशम्यतां जीववल्लभ प्रियतमो जनो नेतृशो मम तदिह रम्यतां रम्ययामिनीषु अनुपरोतमीति कृष्णालपो विभो इति गिराधिकं मोदमेदुरैः प्रजवधूजनैः साकमारमन् कलितकौतुको रासखेलने गुरुपुरीपते पाहि मां गदात् सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 59 രാസക്രീഡ. ഇവിടെ വൃത്തം കുസുമമഞ്ചരി. ഇതൊരു താള നിബദ്ധമായി പ്രാസത്തോടെ രചിച്ചിട്ടുള്ളതാണ്. കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാ ലളിതമംഗരാ ഗഗന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതം ഉദഞ്ചതം ശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. താവദേവ കൃതമണ്ഡനെ കളിത കഞ്ജുലീകുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ടലേ യുവതി മണ്ഡലേധ പരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ജരൻ മഞ്ജുളാം തദനുരാസകേളിമൈ കഞ്ചനാഭസമുപാദധാ വാസുദേവ തവ ഭാസമാനമിക രാസകേളിരസസൗരഭം ദൂരതോ വികലു നാരദാഗതിതമാകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനി ശതസമാവൃത നാഗതോ യുഗപദാഗത വിയതി വേഗതോദസുരമണ്ഡലീ വേണുനാഥ കൃതതാനദാനകളഗാനരാഗതിയോജന ലോഭനീയ മൃദുപാദപാദകൃതതാളമേളന മനോഹരം പാണി സംഗണിത കങ്കണം ച മഹൂരം സലംബിതകരാംബുജം ശ്രോണിബിംബചലദംബരം ഭജത രാസകേളിരസഡംബരം ശ്രദ്ധയാ വിരചിതാനുഗാനകൃതതാരതാരമധുരസ്വരേ നർത്തനേ ദലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മതേന കൃത പുഷ്പവർഷമലമുന്മിഷദ്ദി വിശദാംകുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹ സവധൂകുലം സിന്ന സന്നതനു വല്ലരീതനു കാഭിനാമ പശുപാങ്കന കാന്തമം സമവലംബദേ സ്മതവ കാന്തി ഭാരമുകുളേക്ഷണ കാചിദാചലിത കുന്തലാനവ പടീരസാരഘന സൗരഭം വഞ്ചനേന തവ സഞ്ജുചുംബഭുജമഞ്ജിതോരു പുളകാങ്കുരാ കാപിഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപ തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവികൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യത ദുരംഗനാ കിമുന സമ്മതോന്മത ദശാന്തരം ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുല സദസി കേവലം നനുർദുരംഗനാം നാവിദന്നപി ച നീവികാം കിമപി കുന്ദലീമപി ച കഞ്ജുലീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ മോദസീംനി ഭുവനം വിലാപ്യ വികൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംഹൃദിത നിർമ്മലാംഗനവ ഗർമ്മലേശ സുഭഗാത്മനാം
മന്മഥാസഹന ചേതസാം പശുപയോഷിതാം സുഹൃതചോദിത സ്ഥാവതാ കരിതമൂർത്തിരാധതിത മാരവീര പരമോത്സവാൻ. കേളിഭേദപരിലോളിതാഭിരതിലാളിതാഭിരബലാലിപി സ്വൈര്യമേശനനു സൂരജാപയസി ചാരുനാമ വിഹൃതിം യഥാ കാനനേപി ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂനസൗരഭമയേ വിലേസിത വിലാസിനി സദവിമോഹനം. കാമിനീരിതിഹി യാമിനീഷു ഖലു കാമനീയഗമിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗി ഗമ്യ മനുഭാവയൻ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാ സുബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 70. സുദർശന ശാപമോക്ഷവും ശംഖചൂഡവധവും അരിഷ്ടവധവും. ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പൃഥ്വി വൃത്തത്തിലാണ്. അടുത്തത് 6 മുതൽ സ്വാഗത വൃത്തത്തിലുമാണ്. ഇതി ത്വൈരസാകുലം രമിത വല്ലഭേ വല്ലവാ കഥാപി പുരമംബികാ കമിതുരംബികാ കാനനെ സമേത്യ ഭവദാ സമം നിശേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് വ്രജപമുഗ്രനാഗസ്തദാ. സമുന്മുഖമദോൽമുഖൈരഭിഹദേവി തസ്മിൻ ബലാദമുഞ്ജതി ഭവൽപദേ ദ്രൗപദി പാഹി പാഹീതി തൈ തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശദം ബഭൗ സച നിജാം തനും സമുപസാദ്യ വൈദ്യാധരീം. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിദപാഹസം തൈഹമാം വ്യദുർവാഹസം ഭവത്പദ സമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാ. കഥാപി ഖലു സീരിണാ വിഹരതി ത്വയി സ്ത്രീജനൈർ ജഹാരദദാ ധനദാനുഗഃ സകില ശംഖചൂഡോ ബലാ അതിദ്രുതമനുദ്രുതസ്തമഥ മുക്തനാരീജനം രുരോജിത ശിരോമണീൻ ഫലഭ്യതേ ച തസ്യാദഥാ. ദിനേഷു ച സുഹൃജ്ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാഥാമൃതം ഭവന്തമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഃ. ഭോജരാജഭൃതകസ്തുത കഷ്ടദുഷ്ടപദദൃഷ്ടിരരിഷ്ടഃ നിഷ്ഠുരാകൃതിരപഷ്ടു നിനാദസ്തിഷ്ഠതേ സ്മ ഭവദേ വൃഷരൂപീ. ശാശ്വരോദ ജഗദീധൃതിഹാരി മൂർത്തിമേഷ ബൃഹതിം പ്രദദാന പങ്ക്തിമാശു പരികൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപഭവന്തം. തുംഗശൃംഖമുഖമാശു ഹിയന്തം സംഗ്രഹയ്യരവസാദതിയന്തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം വർദ്ധയന്നമദയസുരലോകം. ചിത്രമധ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം വർദ്ധതേ ച വൃഷഛേദസി ഭൂയാൻ മോദ ഇത്യഭിനുദോസി സുരൈസ്ത്വം. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷ വിഭേദി ഇത്തമാത ഹസിതൈ സഹ ഗോപൈർ ഗേഹഗസ്ത്വമവവാദ പുരേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ഹരി ഓം. ഹരി ഓം. അങ്ങനെ 61 മുതൽ 70 വരെയുള്ള പാരായണം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനിയും 71 മുതൽ 80 വരെയുള്ള ദശകങ്ങൾ 11-ാം തീയതി ട്യൂസ്ഡേ ഈ സമയത്തുണ്ടാകും. അത് ശ്രീരാമ ഗ്രൂപ്പാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. ഇനിയും ലോകകല്യാണ മന്ത്രം നമുക്ക് ചൊല്ലാം. എല്ലാവരും നിവർന്നിരിക്കുക. കൈകൾ നമസ്കാരസ്തുതി. ഹരി ഓം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.